2013 യൂട്രസ് ക്യാൻസർ വന്നു. യൂട്രസ് റിമൂവ് ചെയ്തു. പക്ഷേ KMCH കോയമ്പത്തൂരിൽ പറഞ്ഞു കീമോയുടെ ആവശ്യമില്ല, റേഡിയേഷൻസ് മതി. അങ്ങനെ 28 റേഡിയേഷൻസ് എടുത്തായിരുന്നു. അതാണ് എൻ്റെ മുഖത്തും എൻ്റെ ശരീരത്തിൽ എൻ്റെ കളറെല്ലാം പോയി. ഇറ്റ്സ് ഓക്കെ, എനിക്ക് ജീവനുണ്ട്, ദൈവത്തിന് നന്ദി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മസ്കറ്റിലായിരുന്നു. 23 ഇയേഴ്സ് മസ്കറ്റിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. കഴിഞ്ഞ വർഷം ബിക്കോസ് ഓഫ് കൊറോണ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഐ ഹാഡ് ടു റിസൈൻ മൈ ജോബ്. ഞാൻ തിരിച്ച് കോയമ്പത്തൂർ വന്ന് സെറ്റിലായി. ജസ്റ്റ് ഒരു ഫോളോ അപ്പിന് പോയതാണ്. ഫോളോ അപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓൺലി ബ്ലഡ് ടെസ്റ്റ് മതി എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് വെരി പെർട്ടിക്കുലർ ആയിരുന്നു, ഒരു പെറ്റ് സ്കാൻ എടുക്കണമെന്ന്. അപ്പം ഡോക്ടർ പറഞ്ഞു ഷീ ലുക്സ് സ്മാർട്ട് ആൻഡ് പെർഫെക്റ്റ്, ദർ ഇസ് നോ നീഡ്, ഒരു പെറ്റ് സ്കാനിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് പെറ്റ് സ്കാൻ എടുത്തു. തിരിച്ചും ലങ്സിൽ ഒരു ട്യൂമർ ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. ഇമ്മീഡിയറ്റ്ലി അവർ പറഞ്ഞു യു ഹാവ് ടു റിമൂവ് ദ ട്യൂമർ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് സെക്കൻഡ് ഒപ്പീനിയൻ ആയിട്ട് ഞങ്ങൾ വെല്ലൂർ പോയി അവർ ബയോപ്സി ചെയ്തു. മാലിഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കി. ഉടനെ തന്നെ അവർ സർജറി ചെയ്തു. എൻ്റെ പുറത്തായിരുന്നു സർജറി ചെയ്ത് ട്യൂമർ റിമൂവ് ചെയ്തു. അവിടെ തന്നെ ആയിരുന്നു 1.5 മാസം ഞങ്ങൾ വെല്ലൂരായിരുന്നു. തിരിച്ച് ഞങ്ങൾ വന്നു. ദെൻ ദേ സജസ്റ്റ് 6 കീമോ എടുക്കണം എന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈമാണ് ഞാൻ കീമോ എടുക്കുന്നത്. ജാനുവരി 1 മുതൽ കീമോ തുടങ്ങി. എവറി 21 ഡേയ്സ് ആയിരുന്നു കീമോ. കീമോയുടെ ആഫ്റ്റർ ഇഫക്ട്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ക്ഷീണവും ഛർദിയും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് റിക്കവറി ആകുമ്പോഴത്തേന് അടുത്ത കീമോ. അങ്ങനെ 6 കീമോസ് കഴിഞ്ഞു. അപ്പോൾ 6 കീമോ കഴിഞ്ഞപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. എന്തായാലും ഇനി ഒരു 6 ദിവസം കൂടെ കഷ്ടപ്പെട്ടാൽ മതിയല്ലോ, അത് കഴിഞ്ഞാൽ തന്നെ ഐ വിൽ ബി പെർഫെക്റ്റ്ലി ഓൺ റൈറ്റ്. പക്ഷെ അതെല്ലാവരും നടന്നത് 2 months. 2 മാസം ഞാൻ ടോട്ടലി ബെഡ് ആയിപ്പോയി. സോ ഞാൻ വിചാരിച്ചു ഇനി ഐ വിൽ ബി എ വെജിറ്റബിൾ, ഇനി എന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല. ഐ വിൽ ബി എ ബേർഡൻ ടു അതേഴ്സ്. എൻ്റെ ഹസ്ബൻഡിനും മോൾക്കൊക്കെ ഞാനൊരു ബേർഡൻ ആയിത്തീരും. ആൻഡ് ഐ എം എ ഗ്രാൻഡ് മദർ. എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞുണ്ട്, ഷീസ് 3.5 years old. അപ്പൊ ആ കൊച്ചിനെ പോലും എനിക്ക് എടുക്കാനോ അവളെ ആണെങ്കിൽ ഗ്രാമ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും. അവളെ ഒന്ന് എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങൾ പുറത്തുനിന്ന് മെസ്സെന്ന ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എബി ഇന്നിവിടെ വന്നിട്ടില്ല. എബിയുടെ ഒരു സ്റ്റേറ്റസ് ഞാൻ കണ്ടിട്ട്, എബി എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ സ്മ്യൂൾ ഫ്രണ്ട്സ് ആണ്, പാട്ടൊക്കെ പാടുന്ന കൂട്ടത്തിൽ ഏതാണ്ട് സ്മ്യൂൾ ഫ്രണ്ട്സ്. അപ്പൊ എബിയോട് ചോദിച്ചത് എന്തുവാന്ന്. അപ്പൊ എബി എന്നെ പറ്റി പറഞ്ഞു വന്നു. എന്നിട്ട് പറഞ്ഞു ആന്റി ഇത് കഴിക്കണം. പക്ഷെ എനിക്ക് ഒട്ടും കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. കാരണം എന്താ പറയുക, വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ കിടക്കുന്നത്. ഇനി ഒരു ഐപ്പൾസോ ഇത് അറിയാത്തൊരു സാധനം ഇനി കഴിച്ചിട്ട് ഞാൻ ഇതിൽ കൂടുതൽ വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്ക് മാറിയാലോ എന്ന് ഓർത്തിട്ട് ഐ ഡിഡ് നോട്ട് ടേക്ക്. പിന്നെ എബി കണ്ടിന്യൂസ്ലി ആയിട്ട് പറഞ്ഞു ആന്റി ഇത് കഴിക്കുക, ആന്റി യു വിൽ ബി ഫൈൻ. ഞാൻ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അവനെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കാണ് വാട്സാപ്പിൽ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ആന്റി കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് പിന്നെ എബി പറഞ്ഞാൽ ആന്റി ഐ വിൽ ഗിവ് യു ഫോർ ഫ്രീ, ആന്റി ഒന്ന് കഴിക്കേ. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇത്രയും നിർബന്ധിക്കുന്നല്ലോ, ലെറ്റ്സ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടാണ് ജൂലൈ 2 അങ്ങാണ്ട് ഞാൻ ഐപ്പൾസ് മേടിച്ച് 4th day. നിങ്ങൾ വിശ്വസിക്കില്ല, ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ്. ആക്ച്വലി ഐ എം ഡയബറ്റിക് ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു 20 ml ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, 20 ml ആഫ്റ്റർ ഡിന്നർ എന്ന് പറഞ്ഞു. അങ്ങനെ ഐ ജസ്റ്റ് ഒരു 4 ദിവസം കഴിഞ്ഞ ഉടനെ ഐ ഗോട്ട് അപ്പ് ഫ്രം മൈ ബെഡിന് എഴുന്നേറ്റ് മാത്രമല്ല അച്ഛൻ നോക്കുക എവിടാ. ഞാൻ ഐ വാസ് മേക്കിംഗ് ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അച്ഛൻ ചോദിക്കുക എന്താ ഇത്. ഞാൻ പറഞ്ഞു ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഐ ഫീൽ ഗുഡ്. അപ്പോഴേ അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഐപ്പിൾസ് കഴിച്ചുകൊണ്ടിരിക്കാം. എന്റെ ബാഗിനകത്ത് ഐപ്പിൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റോപ്പ് ഐപ്പിൾസ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓഗസ്റ്റ് 2nd വീക്കിൽ ഞങ്ങള് ഫോളോ അപ്പിനായിട്ട് വെല്ലൂർ പോയായിരുന്നു. 3 months കഴിഞ്ഞിട്ട് എന്നോട് വരാൻ പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ ചെന്ന് അവര് പെറ്റ് സ്കാൻ എടുത്തപ്പം
ദൈവത്തിന് നന്ദി. They said there is no evidence of cancer cells in the സോ ഞാൻ ദൈവത്തിന് നന്ദി പറയാണ്. അന്നേരം അവരൊരു കാര്യം പറഞ്ഞായിരുന്നു, യുവർ ലിവർ എപ്പോഴും എനിക്ക് ഫാറ്റി ലിവർ എന്നുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ബട്ട് ദിസ് ടൈം ദർ ഇസ് എ ചേഞ്ച് ഓഫ് ഷേപ്പ് ഇൻ യുവർ ലിവർ. സോ ഇന്ന് തന്നെ നിങ്ങൾ ഒരു ലിവർ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് പോകണം. പക്ഷെ ഐ എം വെരി കോൺഫിഡന്റ് ദാറ്റ് ഐപൾസ് കഴിച്ചാൽ ലിവർ വിൽ ബി ക്ലിയർഡ് എന്നുള്ളത് എനിക്കറിയാം. ഐ തോട്ട് ഇനി നെക്സ്റ്റ് ഫെബ്രുവരിയിലാണ് എന്റെ ഫോളോ അപ്പ്. ആ ഫെബ്രുവരി വരെ ഞാൻ ഐപൾസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കും. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ദ ഡോക്ടർ എന്താ പറയുന്നത്, ലിവറിന്റെ സ്പെഷ്യലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ that person is going to say that you're perfectly all right. So, Mr. Khan എപ്പോഴും പറയുന്ന പോലെ, I trust this product.